അപ്പം ജൈവ കൃഷി തുടങ്ങാനുള്ളൊരു കാരണം തന്നെ നേരത്തെ തുടങ്ങി അതിൻ്റെ ഒരു കാര്യത്തിലേക്ക് വന്നു. അപ്പം അതിൻ്റെ ഇടയിലാണ് എനിക്ക് ഈ സ്ട്രോക്ക് വന്നു. എൻ്റെ ഈ ഒരു ഭാഗം തളർന്നു. തളരുക പറഞ്ഞാൽ ഞാൻ ഈ പന്നിക്ക് പിന്നെ വൈകുന്നേരങ്ങളിൽ ഇതുപോലെ പന്നിക്ക് പിന്നെ എന്താ പറയുക മരുന്നടിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഒരു മരുന്നുണ്ട്. വയ്ക്കാൻ വേണ്ട സമയത്താണ് എന്താണെന്ന് അറിയില്ല, ഒരു സ്ട്രോക്ക് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്ത സമയമാണ്. അപ്പോഴാണ് ഈ ചിറി കൂടി ഇടത് ഭാഗം കംപ്ലീറ്റ് പോയി. അങ്ങനെ ഞാൻ വൈഫിനെ വിളിച്ചു. അങ്ങനെ ആ വൈഫ് വന്നിട്ടാണ് മുണ്ടൊക്കെ കൊടുത്ത് തന്നിട്ട് നേരെ തങ്ക ഹോസ്പിറ്റലിലേക്ക് പോയത്. പിന്നെ അതിനുശേഷം കോവൈ മെഡിക്കൽ സെൻ്ററിൽ പോയി അവിടെ നിന്ന് ആൻജിയോ ചെയ്തു. അപ്പോൾ ഉടനെ തന്നെ സ്റ്റെൻഡ് ഇടണമെന്ന് പറഞ്ഞു. സ്റ്റെൻഡ് ഇടാൻ 3 ലക്ഷം രൂപയാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ ഒരു ദിവസം പെട്ടെന്ന് 3 ലക്ഷം പറഞ്ഞാൽ ചെറുകിട കർഷകനാണ് ഞാൻ, ആവില്ല. പിന്നെ ബന്ധുക്കാരും സ്വന്തക്കാരൊക്കെ വന്നിട്ട് 3 ലക്ഷമൊക്കെ ഉണ്ടാക്കി. പക്ഷേ കുറേ കാര്യങ്ങൾ ഞാൻ ഡോക്ടർമാരോട് ചോദിച്ചപ്പോൾ കൃത്യമായിട്ടുള്ളൊരു മറുപടി കിട്ടിയില്ല. അപ്പോൾ ശരി പറഞ്ഞിട്ട് ആൻജിയോ ചെയ്തു, സ്ട്രോക്ക് ഉണ്ട്, സ്റ്റെൻഡ് ഇടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഫയലുകളൊക്കെ കൊണ്ട് വീണ്ടും വന്ന് അമൃത ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോൾ അവിടെ ഒരു സ്പെഷ്യൽ ഡോക്ടറുണ്ട്, വിവേക് നമ്പ്യാർ പറഞ്ഞിട്ടൊരു ഡോക്ടറുണ്ട്. ഇപ്പോഴും അദ്ദേഹം അവിടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം കുറേ മരുന്ന് എഴുതുന്നതിൻ്റെ ഇപ്പോൾ എന്തായാലും സ്റ്റെൻഡ് ഇടണ്ട, 1 വർഷം കൂടി കഴിയട്ടെ എന്ന് പറഞ്ഞു. ആ സമയത്താണ് ഇതെന്താണ് വരാൻ കാരണം, ഈ സ്റ്റെൻഡ് ഇടാതെ എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള പഠനം ആയിട്ട് ഞാനിങ്ങനെ നടക്കുന്ന സമയത്താണ് നമ്മുടെ വയനാട്ടിൽ ചെറുവയൽ രാമേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഒരു ജൈവ കർഷകനുമാണ്. പരമ്പരാഗതമായിട്ട് ആളുടെ അടുത്തൊരു 175 തരം വിത്തുണ്ട്. അപ്പം അങ്ങനെ അദ്ദേഹത്തിന് ബന്ധപ്പെട്ടു. അപ്പം അദ്ദേഹത്തിന് ബന്ധപ്പെട്ട് ഞാൻ അങ്ങനെ ഇവിടുന്ന് അദ്ദേഹത്തിന് കാണാൻ പോയി. അവിടുന്ന് 2 കിലോ രക്തശാലി നെല്ല് തന്നു, 2 കിലോ. ആ 2 കിലോയിൽ വെച്ച് ഇവിടെ വെച്ച് ഞാനത് കൃഷി ചെയ്ത് കൂട്ടി. അങ്ങനെ അന്ന് മുതൽ ആ രക്തശാലി അരിയുടെ കഞ്ഞി കുടിക്കാൻ പറഞ്ഞു. കാരണം അതിൽ ഒരുപാട് ഔഷധ ഗുണമുള്ള കാര്യം ഒരുപാട് രാമേട്ടൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അത് വന്ന് രക്തശാലി അരിയുടെ കഞ്ഞി നിരന്തരമായി രാവിലെയും വൈകിട്ടും കുടിക്കാൻ തുടങ്ങി. അങ്ങനെ 1 വർഷം കഴിഞ്ഞ് ശേഷം വീണ്ടും പോയി ആൻജിയോ ചെയ്തപ്പോൾ എനിക്ക് സ്റ്റെൻഡ് ഇടേണ്ടി വന്നില്ല, ബ്ലോക്ക് മാറി എന്നാണ് പറഞ്ഞു.